പറയട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കറിയാണ്. 2 സ്പൂൺ ഉലുവ കൊണ്ട് ഒരു ഉള്ളിയും കൊണ്ട് ഒരു ഉലുവക്കറിയാണ്. നല്ല കഷ്ണങ്ങളൊന്നും ഇടാണ്ട് നല്ല ടേസ്റ്റാണ്. മഴക്കാലം ഇതിനെ ഉണ്ടാക്കി തിന്ന് നോക്കും. ഷുഗറിന് നല്ലതാണ്. അതേ ഉണ്ടാക്കി നോക്കാം. ഉലുവയിനെ ആദ്യം സ്റ്റവ് കത്തിച്ചിട്ട് ചെറിയ ചവക്കുന്ന സമയം വരെ വറുക്കണം. ഉലുവയിനെ ഇതാ ഉലുവ ചുവന്ന് കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ട്. കരിയാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഉലുവേനെ മാറ്റി വെക്കുക. വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു വലിയ ഉള്ളിയെങ്കിൽ ഒരു വലിയ ഉള്ളി, ചെറുതാണെങ്കിൽ കുറച്ച് ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ട്, ഞാൻ എടുത്തത് വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതിനെക്കാളും ടേസ്റ്റായിട്ടുണ്ടാവും. ഇനി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല. ചെറിയ ഉള്ളി എടുക്കാറുണ്ട്. വലിയ ഉള്ളിയാണ്. ഇത് കുറച്ച് ചെറുങ്ങനെ വറുക്കണം, ചവക്കുന്നവരെ. ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വേഗം വതങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, ഒരു 1/2 സ്പൂൺ മതിയാവും. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഷ്ണങ്ങളില്ലാതെ കറി വേണമെന്ന് പറയുന്ന പിള്ളേർക്ക് കഷ്ണം ഇല്ലാണ്ട് കറിയാണിത്. അങ്ങനെ ഒരു ചെറിയൊരു കയ്പിൻ്റെ ചെറിയുണ്ടാവും. നല്ല ടേസ്റ്റാണ്. വേഗം ഇത് ആവുന്ന കറിയാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ തേങ്ങ വറുക്കേണ്ടതും ഉള്ളി വതക്കേണ്ട സമയമേ ഉണ്ടാവുള്ളൂ. എൻ്റെ മോനിക്കെല്ലാം കഷ്ണം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഈ കറിയാണ് ആക്കി കൊടുത്തു വിടുക സ്കൂൾക്ക്. 4-5 ദിവസം എല്ലാം കേടാവാണ്ടിരിക്കും. ഒരാഴ്ച വരെയെല്ലാം കേടാവാണ്ടിരിക്കും. എന്നിട്ട് ഈ ഉള്ളി വതങ്ങിക്കഴിഞ്ഞ് ചുവന്ന് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉലുവയും കൂടി ഇടുക. വറുത്ത ഉള്ളീൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഇനി പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. കുറച്ച് പുളിവെള്ളം ഇത് കലക്കി വെച്ചിട്ട് ആ ഉലുവയും ഉള്ളീൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് വേവണം. ആ വെള്ളം വറ്റുന്ന സമയം വരെ തീ വെച്ചിട്ട് അത് കുറച്ച് വേവണം. പുളിവെള്ളം ഒരു 2 സ്പൂൺ ഉലുവയ്ക്ക് ഒരു ഗ്ലാസിൻ്റെ മേലെ വെള്ളം ഒഴിക്കുക. ആ പുളിവെള്ളത്തിൽ ഈ ഉലുവയും ഉള്ളിയും വേവണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഉപ്പ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉള്ളിയും ഉലുവയും പുളിവെള്ളത്തിൽ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ വറുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് ഒരു തേങ്ങയിൽ പകുതി, അരമുറി തേങ്ങയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അത് വറുക്കാം. ഏകദേശം തേങ്ങ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിൽ വേണമുള്ളവർക്ക് ഒഴിക്കാം, അല്ലാത്തവർക്ക് ഒഴിക്കാണ്ട് ആക്കാം. ഒരു നുള്ളി ജീരകം,
ഒരു നുള്ളേ വേണ്ടൂ. പോകുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല കളർ വേണമുള്ളവർക്ക് കാശ്മീർ മുളക് വേണം ചേർക്കാം. ഇത് സാധാരണ മുളക് തന്നെ. നല്ല എരിവ് വേണമെന്നവർക്കും അവരവരെ എരിവ് അനുസരിച്ചിട്ട് ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടീൻ്റെ അത്ര ഇടണ്ട, മല്ലിപ്പൊടി കുറച്ചിടണം, 1/2 സ്പൂണ്. ആ സമയം കൊണ്ട് ഉലുവയും ഉള്ളിയും പുളിവെള്ളവും കുറച്ച് ഉപ്പും ഇട്ടതാണ്. അതിതാ ആവാനായി. ഇനി നമുക്ക് ഈ തേങ്ങയിനാദ്യം അരക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തേങ്ങ അരച്ച് കഴിയുമ്പോൾ ആ തേങ്ങയിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും ഉള്ളിയും അതിതാ ആയിക്കൊണ്ട് വരുന്ന കട്ടിയായി. കുറച്ച് ഉപ്പും പുളിവെള്ളത്തിലാണ് വേവിച്ചത്. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചുകൂടി ഉപ്പിടുക. അതിന് ഈ ചോറിന് പപ്പടം വെച്ചിട്ട് തിന്നാനാണ് നല്ല ടേസ്റ്റ്. നമ്മൾ അങ്ങനെയാണ് തിന്നുക. 2 പപ്പടം വാട്ടട്ടെ. നമുക്ക് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇട്ടിട്ട് നല്ല ഉലുവക്കറി റെഡിയായി. ഇത് വേറെ ഒരു കറീൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറും ഈ കറിയും പിന്നെ പപ്പടമോ മുട്ടയോ വറുത്ത് തിന്നുക. അങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റാണ്. 1 സ്പൂണ് ഉലുവയും 1 മുറി തേങ്ങയും 1 ഉള്ളിയും ഉണ്ടെങ്കിൽ ഒരു കറി റെഡി. അതിന് ചോറുണ്ണാൻ പോവാന്ന്. 1 സ്പൂൺ ഉലുവയുണ്ട്, 1 പറ ചോറും തിന്നാം. അത്ര ടേസ്റ്റാണ്. ഒരാഴ്ച വേണമെങ്കിലും ഈ കറി ഇരിക്കും. മഴക്കാലത്ത് ഉലുവക്കഞ്ഞിയെല്ലാം വെച്ച് ആൾ കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉലുവക്കറിയും വെച്ച് തിന്ന് നോക്കും. മുടിക്ക് നല്ലതാണ്. ഈ കറി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.